അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇപ്പോൾ സമയം കൃത്യം 7 മണി. എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം പീസ് റേഡിയോ ട്രഷർ ഹണ്ടിന്റെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ 5 ചോദ്യങ്ങൾ ചോദിച്ചു. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ അയച്ചു. ഉത്തരം അയച്ച് നിങ്ങൾക്ക് ലഭിച്ച ക്ലൂകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക് നിങ്ങൾ നിധിയിലേക്കുള്ള അവസാന താക്കോൽ നിങ്ങൾ തുറന്നിരിക്കുകയാണ്. ഇതിൽ ആരുടെയെല്ലാം ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ട് ആരൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിക്കൊണ്ട് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾക്ക് ചിലപ്പോൾ അയ്യടാ അതായിരുന്നുല്ലേ എന്ന് തോന്നിയിട്ട് ഇപ്പോൾ കാര്യമില്ല. അത് നമ്മൾ നേരത്തെ ചിന്തിക്കാൻ നമ്മൾ എത്ര സമയം കൊടുത്തു? 1.5 മണിക്കൂർ കൊടുത്തു. രാവിലെ മുതൽ ഒന്നാമത്തെ ക്ലൂവിനുള്ള സമയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഖുറൈശികൾ കാബ പണിതുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം പലതും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. പല ഉത്തരങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ കമൻറ്റ് ബോക്സിൽ വന്നവരുണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ആളുകൾ ചെയ്തവരുണ്ട്, എന്നാൽ കൃത്യമായിട്ട് ട്രഷർ ഹണ്ട് ഓപ്ഷനിൽ പോയി ചെയ്തവരുമുണ്ട്. എല്ലാത്തിലും നമുക്ക് ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും വന്നിട്ടുണ്ട്. ഏതായിരുന്നു കറക്റ്റ് ഉത്തരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ കഅബ പുതുക്കി പണിയുമ്പോൾ 35 വയസ്സായിരുന്നു റസൂലിന്റെ പ്രായം വരുന്നത്. ഈ 35 എന്നുള്ളത് കൃത്യമായി ഡിജിറ്റ് എഴുതിയ ആളുകൾക്ക് ഒരു ഓപ്ഷൻ ലഭിച്ചിരുന്നു. എന്താണ് ഓപ്ഷൻ? 1437 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഈ സംഖ്യ 1437 കിട്ടുമ്പോൾ പല ആളുകളും പല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ തന്നെ കുറെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ കമന്റ് വന്നിട്ടുണ്ട്, ഉത്തരം കമന്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് ഫീഡ്ബാക്കിലൂടെ. അപ്പോൾ 1437 എന്ന് പറയുമ്പോൾ ആളുകൾ പല രീതിയിൽ ചിന്തിക്കുകയാണ്. 1437 എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആളുകൾ? ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ 1437 കൂട്ടി വായിച്ചവരുണ്ടാവും. 1437. അപ്പോൾ ഈ 1437 എന്ന് പറയുമ്പോൾ ഈ പീസ് റേഡിയോ കേൾക്കുന്ന അത്യാവശ്യം ദീനുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ളത് ഹിജ്റ കലണ്ടറിലേക്കാണ്. ഹിജ്റ വർഷം 1437. അപ്പോൾ ചാറ്റ് ജിപിടിക്ക് ഇട്ട് കൊടുക്കും 1437 പ്രത്യേകത കലണ്ടറെല്ലാം. അപ്പോൾ ആ ചങ്ങാതി കുറേ സാധനങ്ങൾ പറഞ്ഞുതരും. അതുമായി ചിന്തിച്ച കുറേ ആളുകളുണ്ട്. നമുക്ക് രണ്ടാമത്തെ ക്ലൂ കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ 1437 എന്നുള്ള ഓപ്ഷൻ വായിച്ചവരുണ്ട്. നമ്മളിവിടെ അതിനെങ്ങനെ വായിക്കും? 1437 ചില ആളുകളൊക്കെ ചിന്തിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ചോദ്യത്തിൽ കഅബ എന്നുണ്ട്. അപ്പോൾ കഅബ എന്നുണ്ടാകുമ്പോൾ 1437 പറയുമ്പോൾ ഹിജ്റ വർഷം 1437. അത് നമ്മുടെ സാധാ AD കലണ്ടറിൽ നോക്കുമ്പോൾ 2015 ആ ഒരു ടൈമാണ് വരുന്നത്. 2015-16 സമയം വരുന്നത്. അപ്പൊ അന്ന് കഅബയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ചില വർക്കുകൾ നടക്കുന്ന സമയത്തുണ്ടായ ഒരു അപകടം നമ്മളൊക്കെ വാർത്തയിലൊക്കെ അന്ന് വായിച്ചിരുന്നു. 2015 ആ ഒരു വർഷത്തിൽ കഅബ പുതുക്കി പണിയുമ്പോൾ ഒരു ക്രെയിൻ അപകടത്തിൽപ്പെട്ടു. ഒരു സെപ്റ്റംബർ മാസത്തിൽ ക്രെയിൻ അപകടത്തിൽപ്പെട്ട് 100-ലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ മരിച്ചു. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കഅബ തന്നെയാണ് ഉത്തരം എന്നുള്ളൊരു ചിന്ത. ചോദ്യത്തിൽ കഅബ ഉണ്ടെങ്കിൽ ഉത്തരം കഅബ ആവാം എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ചിന്തിച്ചു കൂട്ടിയവരുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ഈ ഒരു സംഖ്യയെ മുറിച്ച് വായിക്കാൻ പോകണം. 14-37 ഖുർആനിലെ 14-ാം അധ്യായം 37-ാമത്തെ വചനം. 14-ാമത്തെ സൂറത്തു ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം നമുക്ക് ഒന്ന് വായിക്കാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം എന്ന് തുടങ്ങുന്ന ആയത്തിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ അതിലേക്കാണ് പോകേണ്ടിയിരുന്നത്. 14-37 എന്നുള്ള സംഖ്യ കാണുമ്പോൾ 14-ാം അധ്യായം 37-ാമത്തെ വചനം ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടില്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെയും മക്കയിൽ താമസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നൊരു സന്ദർഭമുണ്ട് അല്ലേ. അവിടെ കൃഷിയൊന്നുമില്ലാത്ത, വെള്ളം ലഭിക്കാത്ത ഒരു സ്ഥലത്ത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സംഭവം ഓർക്കേണ്ട സമയമാണ് ഇവിടെ. ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പറയില്ല. ഈ ആയത്തിൻ്റെ തുടർന്ന് വരുന്ന വചനങ്ങളിൽ ഇതിൻ്റെ ഉത്തരം ഏകദേശം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഇപ്പോൾ പറയില്ല. ഏതായാലും നമ്മൾ അടുത്ത ചോദ്യം എന്തായിരുന്നു? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ജമീൽ ഡെയിലി പ്ലാനറിൽ മുകളിൽ 4-ാമത്തെ ഓപ്ഷനായ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികൾ ഉണ്ട്? എത്ര ആക്ടിവിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്? ആക്ടിവിറ്റികൾ 10 എണ്ണമാണ്. അപ്പോൾ 10 എന്ന് കൃത്യമായി കൊടുത്തു. നേരത്തെ 35 എന്ന് കൃത്യമായി കൊടുത്തവർക്ക് 1437 കിട്ടി, 14-37 കിട്ടി. രണ്ടാമത്തെ ഉത്തരം 10 എന്ന് ഡിജിറ്റ് ചെയ്ത് ആളുകൾക്ക് അനശ്വരം എന്ന ഒരു ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ചിന്തിച്ച കഅബയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച ആളുകൾ ഉണ്ടാവും. അവരൊക്കെ പിന്നെ ചിന്തിക്കുക എന്താണ് അനശ്വരം?
ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ ക്ലൂയിൽ കഅബ എന്ന് ചിന്തിച്ചു. ഈ അനശ്വരം എന്ന് പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, കഅബ ആദം നബിയുടെ കാലം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാരും കഅബയുടെ അവിടെ വന്ന് ആരാധന നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് അനശ്വരമാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. ആ രീതിയിലൊക്കെ ചിന്തകൾ പോയിട്ടുണ്ട്. കഅബ അനശ്വരമാണോ, അന്ത്യനാളിന്റെ ആ സമയത്ത് പൊളിക്കപ്പെടും എന്നൊക്കെ അന്ത്യനാളിന്റെ അടയാളമായിട്ട് പറയാറുണ്ട് അല്ലെ. അതായത് അവസാനിക്കുന്നുണ്ട് കഅബയുടെ ചരിത്രം അല്ലെ. അപ്പോൾ അനശ്വരം എന്നുള്ളത് അതുമായി ബന്ധപ്പെടുത്തിയ ആളുകൾ ഇതുവരെ ഉണ്ടല്ലോ. അടുത്ത ക്ലൂ കൂടെ നോക്കാം. അപ്പോ അനശ്വരം എന്ന് കിട്ടിയ ആളുകള് മൂന്നാമത്തെ ചോദ്യത്തിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എന്താണ് മൂന്നാമത്തെ ചോദ്യം? അൽ ഇജാബ യൂട്യൂബ് ചാനലിലെ ഉൽഹിയത് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അൽ ഇജാബ പ്ലേലിസ്റ്റിൽ ഉൽഹിയത് കാറ്റഗറിയിൽ എത്ര വീഡിയോകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. 22 വീഡിയോകളാണ് ഉൽഹിയത്തുമായിട്ട് ബന്ധപ്പെട്ട് അൽ ഇജാബ ചാനലിലുള്ളത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിച്ച ക്ലൂ എന്തായിരുന്നു? മുബാറക്, പവിത്രമായത്. ചെറിയ കുട്ടികളെ മനസ്സിലേക്ക് എന്താ പറയുക, ഈദ് മുബാറക്. അതെ, ഇന്നലെ ഒരുപാട് കഅബയിൽ പോയി പിന്നെ അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വന്ന് ക്രെയിൻ അപകടം വന്നവരുണ്ടാകും, അതല്ലെങ്കിൽ ഹിജ്റ വർഷം വന്നവരുണ്ടാവും, അതിൽ തന്നെ 2015-16 പോയവരുണ്ടാവും. ഇതൊക്കെ പാടെ ബന്ധപ്പെട്ട് പിന്നെ ഈദ് മുബാറക്കിലേക്ക് വരുമോ എന്ന് ചിന്തിച്ചവരുണ്ടാകാം അല്ലേ. അപ്പോൾ മുബാറക്കുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഇന്നഹാ മുബാറക്കത്തുൻ, തീർച്ചയായിട്ടും പവിത്രമാക്കപ്പെട്ടതാണ്. അതെ. ഇന്നഹാ തുആമു തുഅമിൻ, അതെന്താണ്, വിശക്കുന്നവർക്ക് ഭക്ഷണമാണ്. വശിഫാഉ സുഖ്മിൻ, രോഗികൾക്ക് അല്ലേ അതൊരു ശമനമാണ് എന്നുള്ളതാണ്. രോഗികൾക്ക് ശമനവും ദാഹിക്കുന്നവർക്ക് വെള്ളം എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ്. അതെന്തായിരിക്കും? ചിന്തിക്കട്ടെ, ശ്രോതാക്കൾ ചിന്തിക്കട്ടെ. അപ്പൊ തന്നെ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ചില ആളുകൾ കിട്ടിയിട്ടുണ്ടാകും. ഉത്തരം കറക്റ്റ് ആയവര് സന്തോഷിക്കുന്നുണ്ടാവും, തെറ്റിപ്പോയവർ തലയിൽ കൈവെക്കുന്നുണ്ടാകും. ഏതായാലും ഇനി ഉത്തരം അയക്കാനുള്ള അവസരം ഇല്ല. അടുത്ത പെരുന്നാളിന് നമുക്ക് റേഡിയോ ട്രഷർ റെഡിയാക്കാം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായിരുന്നു അതിന്റെ ഉത്തരം? 2 തവണ. 2 തവണ. ആ ഉത്തരം അയക്കുമ്പോൾ കിട്ടുന്ന ക്ലൂ എന്തായിരുന്നു? ക്ലൂ ഉത്തരം ജിബ്രീൽ എന്ന് തന്നെയായിരുന്നു. ചോദ്യത്തിൽ തന്നെ എന്തിട്ടുണ്ട്, നമ്മുടെ ക്ലൂ ജിബ്രീലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിബ്രീലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അതായത് മലക്കുകളുടെ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഇവിടെ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഅബയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും ചിന്ത. കാരണം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവര് കഅബ പുതുക്കി പണിയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. സഹായം ഉണ്ടായിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഉത്തരം പറയണോ? 5 കഴിഞ്ഞോട്ടെ. അപ്പോൾ 5ാമത്തെ ചോദ്യം ഇതായിരുന്നു. ജിബ്രീൽ എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് വന്ന് കഅബയിൽ പോയി, ഇബ്രാഹിം നബിയുടെ അടുത്ത് പോയി, പ്രവാചകന്റെ അടുത്ത് വന്ന്, ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാർക്കും സന്ദേശം എത്തിച്ചു കൊടുത്ത, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വന്ന് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. എന്താ ചോദ്യം? പീസ് റേഡിയോ ആപ്പിൽ കോഴ്സ് ഓപ്ഷനിൽ ഹജ്ജ് പഠന കോഴ്സ് എന്ന മൊഡ്യൂളിൽ കയറിയാൽ ആ മൊഡ്യൂളിൽ ഹജ്ജ് പഠന കോഴ്സിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്? 32 വീഡിയോകളായിരുന്നു 32 ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലഭിച്ചൊരു ക്ലൂ ഉണ്ട്. എന്തായിരുന്നു ക്ലൂ? ഒരു നമ്പറിൽ. അതായത് ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഈ 4 എണ്ണത്തിലും ഏകദേശം കുറേ ആളുകൾ നമ്മളെ ഉത്തരം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നല്ലോ ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് കുറേ ആളുകൾ കറക്റ്റ് ആൻസറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 5ാമത്തത് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ആണ് ഈ നമ്പർ വരുന്നത്. എന്തായിരുന്നു നമ്പർ? എന്തായിരുന്നു നമ്മുടെ ക്ലൂവിലുള്ള നമ്പർ? 26/1/13. ഇതെന്താ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? 26/1/13 ഞാൻ ജനിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു 8ാം ക്ലാസ്സിലും. മോളെ ഏകദേശം മോളെ പ്രായം. അപ്പോൾ അത്ര ഒന്നും പ്രായം എനിക്ക് കുറക്കണ്ട, ഇപ്പൊ തൽക്കാലം കുറക്കണ്ട, അങ്ങനെ പോട്ടെ. അപ്പോൾ ഏതാണ് നമ്മൾ കൊതിപ്പിക്കരുത് കേട്ടാ. അതായത് അപ്പോൾ 26/1/13 എന്നുള്ള നമ്പർ 2 തവണ കണ്ടു അല്ലേ. നമ്മുടെ ക്ലൂവിൽ 2 തവണയാണ് ആ സാധനം. 26/1/13 വീണ്ടും 26/1/13 എന്നുള്ള നമ്പർ ചിന്തിച്ചിട്ടുണ്ടാവും. 26/1/13 എന്തായിരിക്കും അല്ലെ? ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. 26/1/13 ഇപ്പോ 26-ാം തീയതി, അറബി മാസം 26-ാം തീയതി, 1-ാം മാസം, 13-ാം
ഹിജ്റ 13-ാം വർഷം ആ രീതിയിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ചില ആളുകളുടെ ചിലപ്പോ 1-ാം മാസത്തിലെ അല്ലെ മുഹറം മാസത്തിലെ 26-ാം തീയതി എന്നുള്ള രൂപത്തിൽ ഇന്നിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ മുഹറം 26 എന്തെങ്കിലും പ്രത്യേകത നമ്മൾ ഇല്ല അല്ലെ, അങ്ങനെ ചരിത്രത്തില് ഫേമസ് ആയതൊന്നും ഇല്ല. ചില ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതായിരിക്കും. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ കുട്ടികളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതായിരിക്കും. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർക്ക് അങ്ങനെ കിട്ടി, അങ്ങനെ ചിന്തിക്കാമല്ലോ. യെസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എത്തിയ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ പറയുന്നു, നിങ്ങളുടെ ട്രഷർ ഏതിലാണ് കിടക്കുന്നത് എന്നുള്ളത്. എന്തായിരുന്നു അവസാനത്തെ ഉത്തരം? ആ ഒരു ഹിന്റ് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞങ്ങളൊന്നും തോന്നരുത്. നിങ്ങളുടെ തല ഒരുപാട് ഞങ്ങൾ ഒരു പക്ഷേ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിന്തകൾക്ക് വിട്ടു വന്നിട്ടുണ്ട്. അപ്പൊ 26 ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26-ാമത്തെ അക്ഷരമാണ് Z എന്ന് പറയുന്നത്. അതിൽ 26 കഴിഞ്ഞ് 1 ഒന്നാമത്തെ അക്ഷരം എ. അപ്പോ 26 കഴിഞ്ഞ് 26 1 ZA. 13-ാമത്തെ അക്ഷരമാണ് എം. അപ്പോ ZM. 26 1 13 ZM എന്നായി. വീണ്ടും 26 1 13 ZM. ZM എന്ന ഉത്തരം ശരിയായിട്ട് അയച്ചിട്ടുള്ള 20 പേരെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ കൃത്യം 8:30 ലൈവായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ചോദ്യത്തിൽ ഇന്നഹ മുബാറക്കത്തുൻ അല്ലേ, അത് ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷണമാണ്, രോഗികൾക്ക് ശമനമാണ് അല്ലേ. എത്ര ആളുകൾ രോഗശമനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ഹാജിമാരാണ് പോയിട്ടുള്ളത്. ഇവര് തന്നെ ലിറ്ററുകൾ, കോടിക്കണക്കിന് ലിറ്റർ സംസം വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, അവര് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും ഇത് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അതാണ് അനശ്വരം എന്ന് പറയാൻ കാരണം എന്താണ്? അന്ന് തുടങ്ങിയ സംഗതി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് അനശ്വരം എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവസാനത്തെ നമ്മുടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അദ്ദേഹം ഇസ്മായിൽ നബിയുടെ കാൽപാദത്തിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ജിബ്രീലിൻ്റെ ഇടപെടൽ മൂലമാണ് ഉറവ പൊട്ടി വരുന്നതും ഹാജറ ബീവി സംസം എന്ന് അതിനെ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ 5 ചോദ്യങ്ങളും 5 ഉത്തരങ്ങളും 5 ക്ലൂകളും കഴിയുമ്പോൾ നമുക്ക് അവസാനം എത്തിച്ചേരാവുന്ന ആൻസർ ZM എന്നുള്ളതാണ്. അപ്പോൾ രസകരമായി നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇന്നത്തെ ഒരു ദിവസം പീസ് റേഡിയോയുടെ കൂടെ 10 മണി മുതൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ വിജയികൾ, സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുള്ള ഫൈനൽ വിജയികൾ ആരൊക്കെ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് 8:30 കൃത്യം നമ്മുടെ പീസ് റേഡിയോ ആപ്പിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻഷാ അല്ലാഹ് ലൈവായിട്ട് നമുക്ക് കേൾക്കാം, കാണാം. അപ്പോൾ ഇനി ഒരു പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഉത്തരം തെറ്റിയ ആളുകൾ ഇത് നിർത്തിപ്പോകും. സമ്മാനമല്ലല്ലോ, പക്ഷേ ആരും നിർത്തിപ്പോകരുത്. ആരൊക്കെയാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്, ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് നമുക്ക് കേൾക്കാം, കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.